Hello students, എൻ്റെ പേര് സാഗർ ടോം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2023 ഫെബ്രുവരി 1 ഈവനിങ് സെക്ഷൻ്റെ JEE മെയിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എ കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ടു റിസർവോയ്സ് ഹാസ് എഫിഷ്യൻസി 1/3. നമുക്ക് എഫിഷ്യൻസി തന്നിട്ടുണ്ട് 1/3. When the temperature of cold reservoir is raised by 6 raised by x, its efficiency decreases to 1/6. The value of x if temperature of hot reservoir is 99 degrees Celsius. ഇതാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന വാല്യൂസ്. ഇപ്പം നമ്മളോട് നോക്കിക്കഴിയുമ്പോൾ കാണാം എഫിഷ്യൻസി ആണ് ചോദിച്ചേക്കുന്നത്. കാർനോട്ട് എഞ്ചിനാണ് എഫിഷ്യൻസി ചോദിച്ചേക്കുന്നത്. ടെമ്പറേച്ചറിൻ്റെ ടൈംസിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1 - T2/T1 എന്ന് എഴുതാം. T1 എന്ന് പറയുന്നത് നമുക്ക് 99 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ 99 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലേക്ക് ആക്കി കഴിയുമ്പോൾ 99 + 273 372 കെൽവിൻ നമുക്ക് T1 കിട്ടും. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഹോട്ട് റിസർവോയറിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കിവിടുന്ന് ഈറ്റ ഈക്വൽ ടു 1 - T2/372 എന്നെഴുതാം. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് തന്നേക്കുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത്, ആദ്യത്തെ കേസ് നമുക്ക് തന്നേക്കുന്ന എഫിഷ്യൻസി 1/3 ആണ്. 1/3 ഈക്വൽ ടു 1 - T2/372 എന്ന് വരും നമുക്ക് ആദ്യത്തെ കേസിലെ ഇക്വേഷൻ. ഇനി നമുക്ക് പിന്നെ പറഞ്ഞേക്കുന്നത് when the temperature of cold reservoir raised by x, കോൾഡ് റിസർവോയർ അതായത് T2വിൻ്റെ ടെമ്പറേച്ചർ എക്സ് കൂട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ എഫിഷ്യൻസി കുറയും. 1/6 ഈക്വൽ ടു 1 - T2 + x ഡിവൈഡഡ് ബൈ 372. ഇതാണ് നമുക്കിവിടെ തന്നേക്കുന്ന സിറ്റുവേഷൻ. ഇനി എക്സിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിയുമ്പോൾ കാണാം, ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ട് T2 ഉണ്ട്, എക്സും ഉണ്ട്. ഇപ്പം T2വിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ രണ്ട് ഇക്വേഷൻ, ഇവനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു, ഇവനെ 2 എന്ന് വിളിക്കുന്നു. ഇക്വേഷൻ 1 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ ഇക്വേഷൻ 1 - 2 ചെയ്ത് കഴിയുമ്പോൾ 1/3 - 1/6 വരും. അത് 1/6 കിട്ടും. 1/3 നിങ്ങൾക്ക് 2/6 എന്ന് എഴുതാം. ഇപ്പം 2/6 - 1/6 എന്ന് പറയുന്നത് 1/6 വരും. ഈക്വൽ ടു 1 - 1 ക്യാൻസൽ ആയി പോവും. T2/372 - T2/372 - T2 + x/372. രണ്ടിടത്തുനിന്ന് T2ഉം T2ഉം ക്യാൻസൽ ആയി പോവും. മൈനസും ചേർന്ന് പ്ലസ് ആവും. പോയിട്ട് x/372 എന്ന് കിട്ടും. x ഈക്വൽ ടു 372/6. ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന x ഈക്വൽ ടു 62 കെൽവിനാണ് കിട്ടാൻ പോവുക. അപ്പോൾ നമുക്കിവിടെ ആൻസർ ഉണ്ട്, 62 കെൽവിൻ ആൻസർ ഉണ്ട്. നമുക്ക് വേണ്ട ആൻസറായി ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത് അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. 2 മെറ്റാലിക് സ്പിയേഴ്സ് are charged to the same potential. 2 metallic spheres are charged to the same potential. 2 മെറ്റാലിക് സ്പിയേഴ്സ് ഉണ്ട്, രണ്ടുപേരും ചാർജ് ചെയ്യിക്കുന്ന സെയിം പൊട്ടൻഷ്യലിലേക്ക്. വൺ ഓഫ് ദം ഈസ് ഹോളോ ആൻഡ് ദ അതർ ഈസ് സോളിഡ്. മെറ്റാലിക് സ്പിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം ഹോളോയും ഒരെണ്ണം സോളിഡും, രണ്ടുപേരും സെയിം പൊട്ടൻഷ്യലിലേക്കാണ് ചാർജ് ചെയ്തേക്കുന്നത്. ബോത്ത് ഓഫ് ദം ഹാവ് ദ സെയിം റേഡിയസ്. രണ്ടുപേരുടെയും റേഡിയസും സെയിം ആണ്. സോളിഡ് സ്പിയർ വിൽ ഹാവ് ലോവർ ചാർജ് ദാൻ ഹോളോ വൺ. അപ്പോൾ നമുക്ക് രണ്ട് കേസിൽ ഇക്വേഷൻ അറിയാം. കണ്ടക്റ്റിംഗ് സ്പിയർ ആണെങ്കിൽ, അതായത് മെറ്റാലിക് സ്പിയർ ആണെങ്കിൽ അവിടെ ഇതിൽ ഹോളോ ആണേലും സോളിഡ് ആണേലും രണ്ട് കേസിലും പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്ക് വരാൻ പോകുന്നത് സെയിം ആണ്. നമുക്ക് KQ/R² എന്ന് ഇക്വേഷൻ വരും. അവിടെ നമുക്കറിയാം രണ്ട് കേസിലും സെയിം പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ചെയ്താൽ മെറ്റാലിക് സ്പിയറിനെ ഹോളോയും സോളിഡും സെയിം റേഡിയസ് ഉള്ളതിനെ സെയിം പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ചെയ്താൽ രണ്ട് പേർക്ക് ഉണ്ടാവാൻ പോകുന്ന ചാർജ് സെയിം ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ അസർഷൻ തെറ്റാണ് എന്ന് പറയാം. അസർഷൻ തെറ്റാണ്.
ഇനി റീസൺ കപ്പാസിറ്റൻസ് ഓഫ് മെറ്റാലിക് സ്പിയേഴ്സ് ഡിപ്പെൻഡ് ഓൺ റേഡിയസ് ഓഫ് സ്പിയേഴ്സ്. അത് കറക്റ്റാണ്. അപ്പോൾ അസർഷൻ തെറ്റാണ്, റീസൺ കറക്റ്റാണ്. ഓപ്ഷൻ നോക്കിക്കഴിയുമ്പം എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഓപ്ഷൻ 1 ആണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഇവിടെ. ക്വസ്റ്റ്യൻ നമ്പർ 3. ആസ് ഷോൺ ഇൻ ദ ഫിഗർ എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ വിത്ത് സെമി സർക്കുലർ ആർക്ക് ഓഫ് റേഡിയസ് π/10 മീറ്റർ. നമുക്കിവിടുത്തെ റേഡിയസ് തന്നിട്ടുണ്ട്. R equal to π/10 meter is carrying current I equal to 3 ampere. ഇവിടുത്തെ കറണ്ടും തന്നിട്ടുണ്ട്. The magnitude of the magnetic field at the center O of the arc is. ഈ ആർക്കിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ അതുകൂടാതെ പെർമിബിലിറ്റി ഓഫ് ദ വാക്യൂം തന്നിട്ടുണ്ട്. 4π × 10⁻⁻⁷ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സർക്കുലർ ലൂപ്പ് ആണെങ്കിൽ അവിടെ വരേണ്ട മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന ഇക്വേഷൻ നമുക്കുണ്ട്. ആ ഇക്വേഷൻ ഇവിടെ നോക്കിയുമ്പോൾ സർക്കുലർ ലൂപ്പ് ഇല്ല, സർക്കുലർ ലൂപ്പിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ബി ഈക്വൽ ടു അതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ മി ഈക്വൽ ടു μ0I/2R. ഇത് ഫുൾ സർക്കിൾ ഉണ്ടായിരുന്നെങ്കിലത്തെ കേസ്. ഇപ്പോൾ ഫുൾ സർക്കിൾ ഇല്ലാത്തത് കൊണ്ട് ഇൻറ്റു 1/2 ഹാഫേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഹാഫ് എടുക്കുന്നു അതിൻ്റെ. അപ്പോൾ ഇത് വരാൻ പോകുന്ന 4π × 10⁻⁻⁷. നമുക്ക് കറണ്ട് തന്നിരിക്കുന്ന I തന്നേക്കുന്നത് 3 ആംപിയർ ഡിവൈഡഡ് ബൈ 2 × റേഡിയസ് നമുക്ക് തന്നേക്കുന്ന π/10 മീറ്റർ ഇൻറ്റു π/10. 10 മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ പൈയും ക്യാൻസലാവും, പൈയും ക്യാൻസലായി. 2ഉം 4ഉം ക്യാൻസലായിട്ട് 6 വരും. 6 × 10 60 വരും. 60 × 10⁻⁻7 എന്ന് വരും. അല്ലെങ്കിൽ 6 × 10⁻⁻6 ടെസ്ല എന്ന് കിട്ടും. അല്ലെങ്കിൽ 6 മൈക്രോ ടെസ്ല. നമുക്ക് ഓപ്ഷൻ 1 കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. A coil is placed in magnetic field such that the plane of coil is perpendicular to the direction of magnetic field. The magnetic flux through a coil can be changed. നമുക്കറിയാം ഫ്ലക്സിൻ്റെ ഇക്വേഷൻ phi equal to B dot A എന്ന് നമുക്ക് എഴുതാം. ഇനി ബൈ ചേഞ്ചിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ ദ കോയിൽ. ബി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ബി കറക്റ്റാണ്. ബൈ ചേഞ്ചിങ് ദ ഏരിയ ഓഫ് കോയിൽ വിത്തിൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. എ കറക്റ്റാണ്. ബി പറയുന്ന ഏരിയ ചേഞ്ച് ചെയ്താലും ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, അതും കറക്റ്റാണ്. ബൈ ചേഞ്ചിങ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. ബിയുടെയും എയുടെയും ഇടയ്ക്കുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ബി ഡോട്ട് എ ആണ്. ബി എ കോസ് തീറ്റ വരും. തീറ്റ ചേഞ്ച് ചെയ്താലും ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ എയും ബിയും സിയും കറക്റ്റാണ്. ഇനി ഡിയോടെ നോക്കിക്കഴിഞ്ഞാൽ ബൈ റിവേഴ്സിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അബ്രപ്റ്റ്ലി വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ഡി ഒരു ചെറിയൊരു പ്രശ്നമുള്ള ഓപ്ഷനാണ്. ഓപ്ഷനല്ല, കേസാണ്. അതായത് അവിടെ പറഞ്ഞേക്കുന്നത് തീറ്റ എന്ന് പറയുന്നത് ഓൾറെഡി പാരലായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എയും ബിയും പാരലായിട്ട് വരുന്ന പോലെയാണ് വെച്ചേക്കുന്നത്. അതായത് പ്ലെയിൻ ഓഫ് കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. തീറ്റ 0 വരുന്ന കേസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ തീറ്റ 0 എന്നുള്ളത് മാറ്റി പെട്ടെന്ന് തന്നെ തീറ്റയെ 180 ഡിഗ്രി ആക്കുന്നു. അപ്പോൾ ആ കേസിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് 1ൽ നിന്ന് മാറി -1 ആവും. അപ്പോൾ അവിടെ ABCD 4ഉം കറക്റ്റ് ആവാവുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഉള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ABC ആണ്. കാരണം ഇവിടെ ഡിയുടെ കേസിൽ ശരിക്കും ഫ്ലക്സിൻ്റെ ആ ഡയറക്ഷനാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ -BA ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് -BA ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നേക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ABC ഒള്ളി എന്ന രീതിയിൽ ഓപ്ഷൻ 2 എടുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇൻ ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എ മോഡുലേറ്റിംഗ് സിഗ്നൽ ഹാവിംഗ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് X വോൾട്ട് ഈസ് സൂപ്പർഇമ്പോസ്ഡ് വിത്ത് എ carrier signal of amplitude Y. In first case, then in second case, the same modulating signal is superimposed with different carrier signal of amplitude 2Y. The ratio of modulation index. നമുക്ക് ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സ് 2 കേസിലെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസിലെ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് വരാൻ പോകുന്ന
എക്സ് ബൈ വൈ വരും. മോഡുലേറ്റിംഗ് സിഗ്നൽ ഹാവിങ് ആംപ്ലിറ്റ്യൂഡ് എക്സ് സൂപ്പർഇമ്പോസ്ഡ് വിത്ത് കാരിയർ സിഗ്നൽ വൈ. അപ്പോൾ ഒന്നാമത്തെ കേസിലെ ഞാൻ അതിനെ μ1 എന്ന് വിളിക്കുന്നു. μ1 ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് കിട്ടും. നമുക്ക് ഒന്നാമത്തെ കേസിലെ മോഡുലേഷൻ ഇൻഡെക്സ്. അതുപോലെ രണ്ടാമത്തെ കേസിലെ മോഡുലേഷൻ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ μ2 ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് എക്സ് തന്നെയാണ്. ഇവിടെ സൂപ്പർഇമ്പോസ്ഡ് വിത്ത് ഡിഫറെൻറ്റ് കാരിയർ സിഗ്നൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് 2y. അപ്പം μ2 ഈക്വൽ ടു എക്സ് ബൈ 2y. ഇനി നമുക്ക് വേണ്ടത് ഇവരുടെ റേഷ്യോ ആയി വേണ്ടേ. ഇവരുടെ റേഷ്യോ നമ്മൾ എടുത്തു കഴിയുമ്പോൾ μ1 ബൈ μ2 ഈക്വൽ ടു എക്സ് ബൈ വൈ ഡിവൈഡഡ് ബൈ എക്സ് ബൈ 2y. എക്സ് എക്സും ക്യാൻസലാവും, വൈയും ക്യാൻസലാവും. ഡിനോമിനേറ്ററിലുള്ള 2 മുകളിൽ പോയി 2 എന്ന് നമുക്ക് ആൻസർ വരും. അപ്പോൾ ആൻസർ നമുക്ക് വരാൻ പോകുന്നത് 2:1. ഓപ്ഷൻ 3 ആണ് നമുക്ക് വേണ്ട ആൻസർ. Question number 6. For a body projected at an angle with the horizontal from the ground, choose the correct statement. വളരെ ഈസി ക്വസ്റ്റൻ ആണ്. പ്രൊജക്റ്റൈൽ മോഷൻ, ഒരു ബോഡിയെ ഏതോ ഒരു ആംഗിളിൽ ഗ്രൗണ്ടിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നു. എന്നിട്ട് ഇത് തന്നേക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചേക്കുന്നു. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുന്നു. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം അറ്റ് ഹയസ്റ്റ് പോയിന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ്. MgH എന്ന് പറയുന്ന ഏറ്റവും മാക്സിമം ആവുന്ന ഹയസ്റ്റ് പോയിന്റിലാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ ആണെന്ന് കിട്ടി. ഇനി ജസ്റ്റ് നമ്മൾ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ബാക്കി ഓപ്ഷൻസ് അവിടെ നോക്കുന്നു. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി 0 അറ്റ് ഹയസ്റ്റ് പോയിന്റ്. നമ്മളൊരു പ്രൊജക്റ്റൈൽ മോഷനെ എറിയുവാണെങ്കിൽ, ഒരു ബോഡിയെ ഒരു ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്തേക്കുവാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും അതിൻ്റെ ട്രജക്ടറിയിൽ, അതിൻ്റെ ആ മോഷനിൽ. അപ്പോൾ ആ കേസിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഹയസ്റ്റ് പോയിന്റിൽ 0 ആകുന്നില്ല, അതൊരു വാല്യൂ അവിടെ ഉണ്ടാവും. അങ്ങനെ 0 ആവാത്തത് കൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴും ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉള്ളത് കൊണ്ട് അവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ഓക്കെ, ഇനി ഓപ്ഷൻ 3 നോക്കിക്കേ. ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് മൊമെൻറ്റം ഈസ് മാക്സിമം അറ്റ് ഹയസ്റ്റ് പോയിന്റ്. ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി 0 ആയിരിക്കും. അതുകൊണ്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് മൊമെൻറ്റവും 0 ആയിരിക്കും. അപ്പോൾ 3യും തെറ്റാണ്. കൈനറ്റിക് എനർജി 0 അറ്റ് ഹയസ്റ്റ് പോയിന്റ്, അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹയസ്റ്റ് പോയിന്റിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ അതിൻ്റെ കൈനറ്റിക് എനർജി 0 ആകുന്നില്ല. നമ്മളൊരു ബോഡിയെ വെർട്ടിക്കലി നേരെ മുകളിലേക്ക് എറിയുവാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി 0 ആകും, അതുപോലെ തന്നെ അതിൻ്റെ കൈനറ്റിക് എനർജിയും 0 ആകും. പക്ഷേ നമ്മളൊരു ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ അതല്ല കേസ്. അപ്പോൾ 2, 3, 4 റോങ് ആണ്. ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 7. 2 objects A and B are placed at 15 cm and 25 cm from the pole in front of a concave mirror having radius of curvature 40 cm. The distance between images formed by mirror is. നമുക്കൊരു കോൺകേവ് മിറർ ഉണ്ട്. നമുക്ക് ക്വസ്റ്റനിൽ തന്നേക്കുന്ന കോൺകേവ് മിറർ ഉണ്ട്. 2 objects A and B are placed at 15 cm and 25 cm. യുവിൻ്റെ വാല്യൂ ആണ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15, 25 cm from the pole in front of a concave mirror having radius of curvature 40 cm. കോൺകേവ് മിറർ ആണ്, റേഡിയസ് ഓഫ് കർവേച്ചർ 40 cm തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഫ് എന്ന് പറയുന്ന വാല്യൂ, എഫ് ഫോക്കസ് -20 cm ആയിരിക്കും. ഇനി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജസ് ഫോംഡ് ബൈ ദ മിറർ ഈസ്. ഈ രണ്ട് ഓബ്ജക്റ്റും ഉണ്ടാക്കുന്ന ഇമേജുകളുടെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ അത് ചെയ്യാൻ പോകുന്നത് രണ്ട് ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഇമേജുകളുടെ പൊസിഷൻ ഞാൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ഉണ്ടാക്കുന്ന ഇമേജുകളുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കുള്ള ഇക്വേഷൻ 1/u + 1/v = 1/f എന്ന് എനിക്ക് ഇക്വേഷൻ ഉണ്ട്. v ആണ് എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ യുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 1/v = 1/f - 1/u. ഇനി ഒന്നാമത്തെ കേസിൽ, ആദ്യത്തെ കേസിൽ നമുക്ക് യുവിൻ്റെ വാല്യൂ ഉള്ളത് 15 cm അകലെ വെച്ചേക്കുന്നു, മിററിൻ്റെ 15 cm മുമ്പിൽ വെച്ചേക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മിറർ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഫോക്കസ്. ഇവിടെ 15 cm ഇരിപ്പുണ്ട് ഒന്നാമത്തെ ഒബ്ജക്റ്റ്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഇവിടെ
25 സെൻറ്റിമീറ്ററിലും ഉണ്ട്. അപ്പോൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/v ഈക്വൽ ടു 1/-20 മൈനസ് 1/-15. അപ്പോൾ ഇവിടെ ഈ മൈനസും ചേർന്ന് പ്ലസ് ആവും. അപ്പോൾ പോയിട്ട് 1/15 മൈനസ് 1/20 എന്ന് വരും. ഇതിനെ ഞാനൊരു കോമൺ ഡിനോമിനേറ്ററായിട്ട് 60ലേക്ക് മാറ്റുവാണെങ്കിൽ ഇത് 4/60 മൈനസ് 3/60 എന്ന് വരും. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ 1/60 വരും. അതായത് 1/v ഈക്വൽ ടു 1/60 അല്ലെങ്കിൽ v ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് ഒന്നാമത്തെ ആളുടെ ഇമേജിൻ്റെ പൊസിഷൻ അതിനെ ഞാൻ v1 എന്ന് വിളിക്കുന്നു. v1 ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുടെ കേസിലും ഞാൻ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണ്. രണ്ടാമത്തെ ആളുടെ കേസിലും 1/v ഈക്വൽ ടു 1/f മൈനസ് 1/u എന്ന് കൊടുക്കുന്നു. ഇവിടെ 1/f എന്ന് പറയുന്ന -20 തന്നെ, -1/-20 തന്നെ, മൈനസ് 1/u. യുവിൻ്റെ വാല്യൂ ഇവിടെ പറഞ്ഞേക്കുന്നത് 25 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് മിറർ എന്നാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1/-25 വരും. ഇനി ഇത് മൈനസും ചേർന്ന് പ്ലസ് ആവും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന 1/25 മൈനസ് 1/20. ഇവിടെ 25ഉം 20 ഉള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരും. നമുക്ക് 100 ആണ് ഇവരുടെ രണ്ടുപേരുടെയും LCM. അപ്പോൾ ഇവിടെ ഞാൻ രണ്ടുപേരെയും 25നെ 4/100 എന്നും 20യെ 5/100 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 - 5/100 എന്ന് കിട്ടും. അതായത് -1/100. അവിടെ നിന്ന് എനിക്ക് v2, ഞാൻ തൽക്കാലം അതിനെ v2 എന്ന് വിളിക്കുന്നു. v2 ഈക്വൽ ടു -100 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് v1 ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതായത് v1 വരാൻ പോകുന്നത് ഈ മിററിൻ്റെ പുറകിൽ ഇവിടെ എവിടെയോ 60 സെൻറ്റിമീറ്റർ വരും. v2 വരാൻ പോകുന്നത് ഇവിടെ -100ൽ. അപ്പോൾ ഇതിങ്ങോട്ടേക്ക് 60 ഉണ്ട്, ഇതിങ്ങോട്ടേക്ക് 100 ഉണ്ട്. അപ്പോൾ 100 + 60 ടോട്ടൽ 160 ആണ് ഇവർക്കിടയിലുള്ള ഡിഫറൻസ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഒന്നുകൂടി ഞാൻ പറയാം. ഇവന് 100 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററാണ് വരുന്നത്. ഇത് v1 60 സെൻറ്റിമീറ്റർ ബിഹൈൻഡ് ദ മിററാണ് വരിക. അപ്പോൾ v1 + v2 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 100 + 60 160 സെൻറ്റിമീറ്റർ നമുക്ക് ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഒരല്പം ലെങ്തി ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയിട്ട് നമുക്ക് നോക്കാം. ദ യങ്സ് മോഡുലസ് ഓഫ് എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 6 മീറ്റർ. നമുക്ക് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട് 6 മീറ്റർ. ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ദ വയർ ഈസ് സസ്പെൻഡഡ് ഫ്രം ഇറ്റ്സ് സപ്പോർട്ട് ഓൺ എ ഗിവൻ പ്ലാനറ്റ്. ഏതോ ഒരു പ്ലാനറ്റിൽ കൊണ്ട് ഈ വയർ കെട്ടി തൂക്കിയിട്ടേക്കുക. എ ബ്ലോക്ക് ഓഫ് മാസ് 4 kg ഈസ് അറ്റാച്ച്ഡ് ടു ദ ഫ്രീ എൻഡ് ഓഫ് വയർ. The acceleration due to gravity on the planet is 1/4 of its value on the earth. The elongation of the wire. വയറിൻ്റെ എലോങ്ങേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന ഡേറ്റ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വയറിനെ ഒരു സപ്പോർട്ടിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴെ ഒരു മാസും തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ വയറിൻ്റെ മാസിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ സെൽഫ് എലോങ്ങേഷൻ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന മാസ് എന്ന് പറയുന്നത് 4 kg ആണ് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഇതുതരമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 4 × mg ആണ് വരുന്നത്. അപ്പോൾ 4 × ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫേസിൻ്റെ 1/4 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ കേസ് നമുക്ക് 10 ആണുള്ളത്, /4 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ താഴേക്ക് ആക്ട് ചെയ്യാൻ പോകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്നത് 10 ന്യൂട്ടൺ ആയിരിക്കും. ഈ വയറിൽ താഴേക്ക് പിടിച്ച് വലിക്കുക. ഇനി വയറിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 6 മീറ്റർ, ക്രോസ് സെക്ഷണൽ ഏരിയ 3 mm², യങ്സ് മോഡുലസ് 2 × 10⁻11. അപ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ എലോങ്ങേഷന് നമുക്ക് ΔL = FL/AY. ഇതാണ് നമുക്ക് എലോങ്ങേഷനുള്ള ഇക്വേഷൻ. ക്വസ്റ്റ്യനിലെ എല്ലാ കേസും നേരെ തന്നിട്ടുണ്ട്. നമ്മൾ ഈ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 10 ന്യൂട്ടൺ വരും. ലെങ്ത് 6 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ 3 mm². അപ്പോൾ 3 × 10⁻6
ആ മില്ലിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു വൈയുടെ വാല്യൂ 2 × 10⁻11. അപ്പോൾ നമ്മളിവിടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 3 × 2 6 വരും. ഇവരെല്ലാം തമ്മിൽ ക്യാൻസലായി പോയിട്ട് 10 × 10⁻6 മുകളിൽ പോയി +6 ആവും. ഇത് -11. അപ്പോൾ 10⁻7 × 10⁻11 10⁻4 മീറ്റർ എന്ന് വരും. അതല്ലെങ്കിൽ 0.1 മില്ലിമീറ്റർ. നമുക്ക് 0.1 മില്ലിമീറ്റർ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കുള്ള എല്ലാ ഡേറ്റയും തന്നിട്ടുണ്ട്. ആകെ ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് വന്നത് എന്താണെന്ന് വെച്ചാൽ mg എന്ന് പറയുന്നത് ഡയറക്റ്റ് പറയാതെ എർത്തിൻ്റെ സർഫേസിലത്തെ 1/3 ആണ് അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു. അത് നമുക്ക് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു. 4 × g/4 ചെയ്താൽ മതി, നമുക്ക് 10 ന്യൂട്ടൺ എന്ന് കിട്ടി. കാൽക്കുലേഷനും ഈസി കാൽക്കുലേഷൻ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്ന ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് കോർണേഴ്സ് ഓഫ് എ റെഗുലർ n-sided പോളിഗൺ ഓഫ് യൂണിഫോം വയർ ഓഫ് റെസിസ്റ്റൻസ് R വുഡ് ബി. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്ന ഒരു n-sided പോളിഗൺ ഉണ്ട്. യൂണിഫോം വയർ ഓഫ് റെസിസ്റ്റൻസ് R. ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് R എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോളിഗൺ ഉണ്ടാക്കുന്നു. ഞാൻ ആ പോളിഗണിൻ്റെ ഇത് ഒരു സൈഡ്, എന്നിട്ട് ഇങ്ങനെ പോയി എത്രയോ സൈഡുകളുണ്ട്. പിന്നെ അവസാനം വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ വരുന്നു. റെഗുലർ പോളിഗൺ എന്നാണ് പറഞ്ഞത്. വരച്ചു കഴിഞ്ഞപ്പോൾ റെഗുലർ പോളിഗൺ അല്ല, അത് പ്രശ്നമില്ല. ഓക്കെ, ഇപ്പോൾ ഈ റെഗുലർ പോളിഗണിൻ്റെ ഈ സൈഡ് n സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്തിൻ്റെ 1/n ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയേക്കുന്ന ഫുൾ വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. ഇത് ഉണ്ടാക്കിയേക്കുന്ന ഫുൾ വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അതിലെ ഒരു സൈഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു സെക്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L/n ആയിരിക്കും. ഇതിൻ്റെ ടോട്ടൽ പെരിമീറ്ററിൻ്റെ 1/n ആയിരിക്കും. ഇതിന് n സൈഡ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L/n ആയിരിക്കും. നമുക്കറിയാം റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് വരിക ഇവിടെ. അപ്പോൾ ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരുന്നത് കൊണ്ട് ഈ കാണുന്ന ഒരു സൈഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/n വരും. ഇപ്പം മിച്ചമുള്ള പോർഷൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/n. ഓരോ സൈഡിനും R/n ആണ് റെസിസ്റ്റൻസ് വരിക. അങ്ങനത്തെ n-1 സൈഡ്സ് ആണ് ഇനി മിച്ചമുള്ളത്. അപ്പോൾ R/n × n-1 അത്രയും റെസിസ്റ്റൻസ് ആണ് മിച്ചമുള്ള എല്ലാ സൈഡിനും വരിക. ഇനി നമുക്കറിയേണ്ടത് ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള റെസിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്ററും അതുപോലെ ഈ മിച്ചമുള്ളതും പാരലായിട്ടാണ് കണക്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിവിടെ R/n × n-1 R/n പാരലാന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരാൻ പോകുന്ന R1 R2/R1 + R2 നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു. R/n × n-1 R/n ഡിവൈഡഡ് ബൈ R/n × n-1 + R/n. അതെന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ആ വാല്യൂ വരാൻ പോകുന്നത് R തന്നെ വരും. അതായത് ഈ കാണുന്ന ഇത്രയും പോർഷൻ്റെ R1 + R2 എന്ന് പറയുന്ന ഈ ഫുൾ വയറിൻ്റെ റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ R വെച്ച് ക്യാൻസൽ ചെയ്യും. പോയിട്ട് R × n-1 ഡിവൈഡഡ് ബൈ 1/n × 1/n എന്ന് പറയുന്ന n² വരും. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. R × n-1/n². R × n-1/n². ഓപ്ഷൻ 1 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. As shown in the figure, a block of mass 10 kg lying on a horizontal surface is pulled by a force F acting at an angle 30 degree. ഒരു ഫോഴ്സ് F ഉണ്ട്, 30 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്നു. ഇതിൻ്റെ മാസ് 10 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മാസ് 10 കിലോഗ്രാം ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ
0.25 തന്നിട്ടുണ്ട്. ദ ബ്ലോക്ക് വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ടു മൂവ് ആഫ്റ്റർ ഫോർ ദ വാല്യൂ ഓഫ് എഫ്. ഇപ്പോൾ ഇവിടെ എഫിൻ്റെ വാല്യൂ മിനിമം എത്ര ഉണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും എന്നാണ് ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സോൾവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യമേ തന്നെ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഇമേജിൽ തന്നെ ഞാൻ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുന്നു, വേറെ എക്സ്ട്രാ വരയ്ക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഉള്ള ഫോഴ്സുകളെല്ലാം ഞാൻ വരയ്ക്കുവാണെങ്കിൽ എം ജി താഴേക്കുണ്ട്, ഫോഴ്സ് എം ജി താഴേക്കുണ്ട്. ഇനി ഇതിനെ ആ ഡയറക്ഷനിലാണ് പുള്ള് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഫോഴ്സിൻ്റെ 2 കമ്പോണൻസ് ഉണ്ട്. ഒന്നാമത്തെ കമ്പോണൻറ്റ് ഇങ്ങോട്ടേക്ക് എഫ് കോസ് 30, ഈ ഡയറക്ഷനുള്ള കമ്പോണൻറ്റ് എഫ് സൈൻ 30. ഇതാണ് ഫോഴ്സിൻ്റെ 2 കമ്പോണൻസ് വരിക. ഇനി ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിനെ പുറകോട്ടും വലിക്കുന്നുണ്ട്, മ്യൂ എൻ. ജസ്റ്റ് സ്ലൈഡിങ് കണ്ടീഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നോർമൽ ഫോഴ്സ് എത്ര വരും എന്നുള്ള അറിയണം. അപ്പം നോർമൽ ഫോഴ്സ് ഇവിടെ വരാൻ പോകുന്നത് എൻ ഈക്വൽ ടു, ഇവിടെ ഇതിൻ്റെ നോർമൽ ഫോഴ്സും മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ആ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് എൻ ഈക്വൽ ടു എം ജി മൈനസ് എഫ് സൈൻ 30. നോർമൽ ഫോഴ്സ് മുകളിലേക്കുണ്ട്, അതിൻ്റെ വാല്യൂ വരുന്നത് എം ജി മൈനസ് എഫ് സൈൻ 30 വരും. ഇനി ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇത് ജസ്റ്റ് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സും ഈ എഫ് കോസ് 30 ഈക്വൽ ആവുന്ന ആ കേസിലാണ് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക. എഫ് കൂടി ഏതോ ഒരു വാല്യൂ എത്തിക്കഴിയുമ്പോൾ അത് ഈ മ്യൂ എന്നിന് ജസ്റ്റ് ഈക്വൽ ആവും. അത് കഴിഞ്ഞ് ഇത് സ്ലൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു കേസ് നമുക്ക് എഫ് കോസ് 30 ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ എന്ന് എഴുതാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി നോർമൽ ഫോഴ്സ് എത്ര എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാണ്. അപ്പോൾ എഫ് കോസ് 30 എഫ് ഇൻറ്റു കോസ് 30 എന്ന് പറയുന്നത് നമുക്ക് √3/2 ആണെന്നറിയാം. √3/2 ഈക്വൽ ടു മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 0.25. 0.25നെ ഞാൻ 1/4 നൽകാലം എഴുതുന്നു. 1/4 ഇൻറ്റു എൻ എം ജി, എം എന്ന് പറയുന്ന മാസ് 10 kg എന്ന് പറഞ്ഞിട്ടുണ്ട്, ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കുന്നു. അപ്പോൾ എം ജി എന്ന് പറയുന്നത് 10 × 10 100 വരും. 100 മൈനസ് എഫ് സൈൻ 30, സൈൻ 30 എന്ന് പറയുന്നത് 1/2 വരും, f/2. ഇനി ഞാൻ ഈ സൈഡിൽ മൊത്തത്തിൽ 2 സൈഡിലും 8 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം എഫ് ഇൻറ്റു √3 ഇൻറ്റു 4 വരും, 8/2 4 വരും, ഈക്വൽ ടു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ 4 ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഒരു 2 മിച്ചം വരുള്ളൂ. 2 × 100 മൈനസ് f/2 വരും. 2 × 100 എന്ന് പറയുന്നത് 200 വരും, മൈനസ് എഫ് വരും. അപ്പോൾ ആ ഡിനോമിനേറ്ററൊക്കെ മൊത്തം പോയി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി ഈ എഫിൻ്റെ ടൈമിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ കോമൺ എടുത്ത് കഴിയുമ്പോൾ ഇത് എഫ് ഇൻറ്റു 4√3 + 1 ഈക്വൽ ടു 200 എന്ന് കിട്ടും. ഇനി എഫ് കിട്ടാൻ വേണ്ടി എഫ് ഈക്വൽ ടു 200/4√3 + 1. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് തന്നേക്കുന്നത് 20 ഉണ്ട്, 25 ഉണ്ട്, 35, 33 ഇതൊക്കെയാണ് നമുക്കുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ ഈ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് 200/4 × 1.73 + 1 ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി 1.73 എന്ന് പറയുന്നതിനെ നിങ്ങൾ 1.75നോട് അപ്രോക്സിമേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് 7/4 എന്ന് എഴുതാം. 1.73യെ നിങ്ങൾ 1.75 എന്ന് പറയുന്ന ഒരു ചെറിയൊരു അപ്രോക്സിമേഷൻ എടുക്കുവാണെങ്കിൽ, കാരണം നമ്മളിപ്പോൾ ഓപ്ഷൻസ് നോക്കിയപ്പോൾ കണ്ടു ഓപ്ഷൻസ് എല്ലാം അത്രയ്ക്ക് ക്ലോസ് ഒന്നുമല്ല. അതുകൊണ്ട് 1.73ക്ക് പകരം 1.75 എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1.75 എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് 7/4 എന്ന് എടുക്കാം. 7/4 × 4 എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും 4 തമ്മിൽ ക്യാൻസലായി പോകും, +1. അപ്പോൾ 7 + 1 എന്ന് പറയുന്നത് 8 വരും. അപ്പോൾ നമുക്ക് ആൻസർ വരാൻ പോകുന്നത് 200/8. 200/8 എന്ന് പറയുന്നത് 25 വരും നമുക്കറിയാം. അതായത് 100/4 ആണ്, അത് 25 വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് 25ന് വളരെ ക്ലോസ് ആയിട്ട് ആൻസർ ഉണ്ട്, 25.2. അപ്പോൾ അതായിരിക്കും ആൻസർ വരിക, ഈക്വൽ ടു 25.2 ന്യൂട്ടൺ.
25.2 ന്യൂട്ടൺ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. Given below are two statements. One is labeled assertion and other is labeled reason. വീണ്ടും assertion reason question ആണ്. For measuring the potential difference across a resistance of 100 ohm, the voltmeter resistance 100 ohm will be preferred over voltmeter with resistance 4000 ohm. Sorry, 100 അല്ല, 1000 ohm will be preferred over voltmeter with resistance 4000 ohm. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയണം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം അത് കറക്റ്റ് അല്ല, കാരണം അതിലെ കൂടുതൽ കറണ്ട് പോവും. നമുക്ക് ഏറ്റവും നല്ല കണ്ടീഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കൂടിയിരിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ അസർഷൻ തെറ്റാണ്. റീസൺ പറയുന്നത് വോൾട്ട്മീറ്റർ വിത്ത് ഹയർ റെസിസ്റ്റൻസ് വിൽ ഡ്രോ സ്മോളർ കറണ്ട് ദാൻ വോൾട്ട്മീറ്റർ വിത്ത് ലോവർ റെസിസ്റ്റൻസ്. അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ അസർഷൻ കറക്റ്റ് അല്ല, റീസൺ കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1 വരും. എ ഈസ് നോട്ട് കറക്റ്റ്, ആർ ഈസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സെനർ ഡയോഡ്. സെനർ ഡയോഡ് ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നിൽക്കുന്നത് ഇറ്റ് വർക്ക്സ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ഇൻ റിവേഴ്സ് ബയാസ് ആൻഡ് ബിഹേവ്സ് ലൈക്ക് സിമ്പിൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇൻ ഫോർവേഡ് ബയാസ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് വേണ്ട കറക്റ്റ് ആൻസർ ആണ്. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 13. ചൂസ് ദ കറക്റ്റ് ലെങ്ത് വേഴ്സസ് സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഗ്രാഫ് ഫോർ എ സിമ്പിൾ പെൻഡുലം എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു പെൻഡുലം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലെങ്ത് വേഴ്സസ് ടൈം പീരിയഡ്സിൻ്റെ സ്ക്വയറിൻ്റെ ഗ്രാഫാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ അല്ലെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ നമുക്കറിയാം ടൈം പീരിയഡ് t = 2π√L/g ആണ് ഇക്വേഷൻ ഉള്ളത്. നമുക്കിവിടെ വേണ്ടത് t² ആണ്. അപ്പോൾ t² കിട്ടാൻ വേണ്ടി ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ t² = 4π². 2π സ്ക്വയർ ചെയ്യുന്നു ഇൻറ്റു L/g. അപ്പോൾ നമുക്ക് t²ഉം Lഉം തമ്മിലുള്ള ഇക്വേഷൻ കിട്ടി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതൊക്കെ കോൺസ്റ്റൻസുകളാണ്. അപ്പോൾ ഈ കിട്ടിയേക്കുന്നത് ഇതിനെ നമുക്ക് y = ms + c എന്ന് പറയുന്ന ഫോമുല എന്ന് പറയാം. ഇവിടെ സിയുടെ വാല്യൂ 0 ആണ്. ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ 4π²/g എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് സ്ലോപ്പുള്ള ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിയുമ്പോൾ ഓപ്ഷൻ 3 ഉണ്ട്. t²ഉം Lഉം തമ്മിൽ 0 കൂടെ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന പോസിറ്റീവ് സ്ലോപ്പുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ. അതാണ് നമുക്ക് വേണ്ട ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കിക്കോളൂ. The escape velocities of two planets A and B are in the ratio 1:2. Escape velocity ratio തന്നിട്ടുണ്ട്. If the ratio of the radii respectively is 1:3, then the ratio of acceleration due to gravity of planet A to the acceleration due to gravity of planet B will be. അപ്പോൾ നമുക്കിവിടെ എസ്കേപ്പ് വെലോസിറ്റിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്, അവരുടെ റേഡിയസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ ഓഫ് ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ചോദിച്ചേക്കുന്നത്, അവരുടെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുന്നു. VE = √2gm/r. ഇനി ഇതിനെ മുകളിലും താഴെ ഞാൻ ഓരോ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഇതിനെ ഒരു r കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ എനിക്ക് √2gm/r² × r എന്ന് കിട്ടും. ഈ കാണുന്ന സാധനം നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഇത് VE = √2gr എന്ന് എഴുതാം. ഇനി നമുക്ക് തന്നേക്കുന്ന റേഷ്യോസാണ്. ഇപ്പോൾ 2 കേസുകളുണ്ട്. അപ്പോൾ എനിക്കിവിടെ VE1/VE2 = √2g1r1/2g2r2 എന്ന് എഴുതാം. 2 കേസിലെയും ഇക്വേഷൻ 2ഉം 2ഉം ക്യാൻസൽ ആയി പൊക്കോളും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഇവരുടെ എസ്കേപ്പ് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1:2, റേഷ്യോ ഓഫ് ദ റേഡിയസ് 1:3. അതായത് VE1/VE2 എന്ന് പറയുന്നത് 1/2ഉം റേഡിയസിൻ്റെ റേഷ്യോ 1/3ഉം ഈക്വൽ ടു √2ഉം 2ഉം ക്യാൻസലായി പോയി g1/g2 ഇത് 1/3.
R1/R2 റേഷ്യോ 1/3 ആണ് വരിക, 1:3. ഇനി നമുക്ക് G1/G2 റേഷ്യോ ആണ് വേണ്ടത്. അതിനുവേണ്ടി ഇതിനെ ഞാൻ സ്ക്വയർ ചെയ്യുന്നു. ഇക്വേഷൻ മൊത്തത്തിൽ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/4 ഈക്വൽ ടു G1/G2 ഇൻറ്റു 1/3 എന്ന് കിട്ടും. 3 ഇവിടെ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ G1/G2 ഈക്വൽ ടു 3/4 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കഴിയുമ്പോൾ 3/4 നമുക്ക് ഓപ്ഷനിലുണ്ട്. 3/4 നമുക്ക് വേണ്ട ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. An electron of a hydrogen-like atom having Z equal to 4 jumps from 4th energy state to 2nd energy state. ആറ്റോമിക് നമ്പർ 4 ഉള്ള ഒരു ആറ്റത്തിൽ, ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആണ്, അവിടുന്ന് 4ാമത്തെ എനർജി ലെവലിൽ നിന്ന് 2ാമത്തെ എനർജി ലെവലിലേക്ക്, 4ാം നിലയിൽ നിന്ന് 2ാം നിലയിലേക്ക് ഒരു ഇലക്ട്രോൺ ചാടി. The energy released in this process will be. ഈ ഒരു പ്രോസസ്സിൽ റിലീസ് ചെയ്തേക്കുന്ന എനർജിയുടെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഡേറ്റയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് റിലീസ് ചെയ്ത എനർജി ഇക്വേഷൻ ഉണ്ട്. E ഈക്വൽ ടു 13.6 Z² 1/NF² മൈനസ് 1/NI². ഇതിലേക്ക് നമ്മൾ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ കിട്ടാൻ പോകുന്നത് 13.6 Z² എന്ന് പറയുന്ന 4² വരും, 1/2² മൈനസ് 1/4². കാരണം 4ൽ നിന്ന് 2ലേക്കാണ് ചാടിയേക്കുന്നത്. ഇനി ഈ 4നെ ഞാൻ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന 13.6 ഇൻറ്റു 4² എന്ന് പറയുന്ന 16 വരും, 16/4 എന്ന് പറയുന്ന 4 തന്നെ വരും, 4 മൈനസ് 1, 4² ക്യാൻസൽ ആയിപ്പോയി, 4 മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ 13.6 ഇൻറ്റു 3 വരും. അതിൻ്റെ വാല്യൂ നമുക്കറിയാം 40.8 ആണ് വരിക. അത്രയും ഇലക്ട്രോൺ വോൾട്ട്, 40.8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഡേറ്റയും ക്വസ്റ്റ്യത്തിന് തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ വാല്യൂസ് ഒക്കെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഈസി ആയിട്ട് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കിയോളൂ. ഫിഗേഴ്സ് A, B, C and D show variation of force with time. Figures A, B, C and D show variation of force with time. ഫോഴ്സിൻ്റെയും ടൈമിൻ്റെയും ഗ്രാഫാണ് നമുക്ക് തന്നേക്കുന്നത്. എന്നിട്ട് നമുക്ക് ചോദിച്ചേക്കുന്നത് ഇമ്പൾസ് ഈസ് ഹയസ്റ്റ് ഇൻ ഫിഗർ. നമുക്കറിയാം ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ചിങ് മൊമെൻറ്റം അല്ലെ ഫോഴ്സ് ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഇമ്പൾസ് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഈ കാണുന്ന ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ നോക്കുക. അപ്പോൾ ഈ കാണുന്ന ഗ്രാഫിൻ്റെ ഓരോ ഗ്രാഫിൻ്റെയും താഴെയുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു ട്രയാങ്കിളാണ്. ഈ കാണുന്ന ഗ്രാഫ് ഒരു ട്രയാങ്കിളാണ്. ഇതിൻ്റെ ബേസ് 1 ഉണ്ട്, ഹൈറ്റ് 0.5 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം, ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഗ്രാഫ് വന്നേക്കുന്നത് കൊണ്ട് അതിന് താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇമ്പൾസ് കിട്ടാൻ പോകുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്, ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 0.5 അല്ലെങ്കിൽ 0.5/2 0.25 ന്യൂട്ടൺ സെക്കൻഡ് ആയിരിക്കും നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ഇമ്പൾസിൻ്റെ വാല്യൂ. ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ ഇമ്പൾസ് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ നോക്കാം. ഇവിടെ റെക്റ്റാങ്കിളാണ് തന്നേക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് 0.5 ഉണ്ട്, ഈ സൈഡ് നമുക്ക് 2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇമ്പൾസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.5, അതായത് 1 ന്യൂട്ടൺ സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ ഇമ്പൾസ് വരാൻ പോകുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, അല്ലെ മൂന്നാമത്തെ ഫിഗർ നോക്കാം. മൂന്നാമത്തെ ഫിഗർ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കാണുന്നത് ഇവിടെയുള്ള ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ബേസ് 1, ഹൈറ്റ് 0.5. അപ്പോൾ ഇവിടുത്തെ ഇമ്പൾസ് കിട്ടാൻ പോകുന്നത് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 0.75. അപ്പോൾ ആ വാല്യൂ എന്തായാലും 1നേക്കാൾ കുറവാണ്. അപ്പോൾ അതിന് മാക്സിമം വരുമല്ല, അതുകൊണ്ട് നമ്മൾ അതിനെ ഇനി മൈൻഡ് ചെയ്യുന്നില്ല. അടുത്ത ഓപ്ഷൻ നോക്കിക്കഴിയുമ്പോൾ വീണ്ടും ട്രയാങ്കിളാണ്. ഇത് 2 ഇൻറ്റു 0.5 ഇൻറ്റു 1/2. 2 ഇൻറ്റു 0.5 എന്ന് പറയുമ്പം 1 വരും. വീണ്ടും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.5 കിട്ടും. അപ്പോൾ ഇവിടെ ഏറ്റവും മാക്സിമം വരാൻ പോകുന്നത് ഈ കേസിലാണ്, അതായത് ഫിഗർ ബി ആണ് നമുക്ക് വേണ്ട കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. ഈ കേസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പൾസ് ഉള്ളത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കിയോ. ഇഫ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് c
universal gas constant G and Planck's constant H are chosen as fundamental quantities, the dimensions of mass in new system is. ഇപ്പോൾ പുതിയൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉള്ള പുതിയൊരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണ്. അവിടെ തന്നേക്കുന്ന എച്ചും സിയും ജിയും അവരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ നമുക്ക് മാസിൻ്റെ ഡയമെൻഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് എച്ച് റൈസ് ടു എ, സി റൈസ് ടു ബി, ജി റൈസ് ടു സി എന്നെഴുതാം. എന്നിട്ട് ഇവിടുത്തെ എ ബി സിയുടെ വാല്യൂസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇവരുടെ ഡയമെൻഷൻസ് നമ്മൾ എഴുതുവാണെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് എച്ച്, അതിൻ്റെ യൂണിറ്റ് വരുന്നത് ജൂൾ സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് എം എൽ സ്ക്വയർ ടി റൈസ് ടു -1. ഇനി സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ നമുക്കറിയാം എൽ ടി റൈസ് ടു -1. ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അതിൻ്റെ വാല്യൂ വരാം, അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് എം റൈസ് ടു -1 എൽ ക്യൂബ് ടി റൈസ് ടു -2. ഇതാണ് ജിയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഇവരെല്ലാം ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മാസിൻ്റെ ഡയമെൻഷൻ കിട്ടണം. മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് മാസിൻ്റെ ഡയമെൻഷൻ എം റൈസ് ടു 1 എൽ റൈസ് ടു 0 ടി റൈസ് ടു 0 ഈക്വൽ ടു എച്ച് റൈസ് ടു എ, എച്ച് എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റൈസ് ടു -1 ഓൾ റൈസ് ടു എ, സിയുടെ വാല്യൂ എൽ ടി റൈസ് ടു -1 റൈസ് ടു ബി, ജിയുടേത് എം റൈസ് ടു -1 എൽ ക്യൂബ് ടി റൈസ് ടു -2 റൈസ് ടു സി. ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എം റൈസ് ടു 1 എൽ റൈസ് ടു 0 ടി റൈസ് ടു 0 ഈക്വൽ ടു ഇത് മാസ് റൈസ് ടു എ വരും, എം റൈസ് ടു എ എൽ റൈസ് ടു 2a ടി റൈസ് ടു -a. ഇനി എൽ റൈസ് ടു ബി ഉണ്ട്, അപ്പോൾ എ പ്ലസ് ബി ടി റൈസ് ടു -b. എം റൈസ് ടു -1 റൈസ് ടു സി ഉണ്ട്, അപ്പോൾ എ - c വരും, എൽ റൈസ് ടു 3. അപ്പോൾ എൽ റൈസ് ടു 3c -2c ടി റൈസ് ടു -2c വരും. അപ്പോൾ നമ്മളിത് ഈ കാണുന്നതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. മാസിൻ്റെ കോയിഫിഷ്യൻറ്റിൽ വരുന്ന എം റൈസ് ടു എ ഉണ്ട്, എം റൈസ് ടു -c ഉണ്ട്, അവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എം റൈസ് ടു a - c വരും. അതുപോലെ ലെങ്ത്തിൻ്റെ കേസിൽ ഇവിടെ 2a ഉണ്ട്, ഇവിടെ b ഉണ്ട്, ഇവിടെ 3c ഉണ്ട്, അതിങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതി. ഇനി രണ്ട് സൈഡിലെ ഇതിൻ്റെ റൈസ് ടു പവേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പം 1 ഈക്വൽ ടു a - c നമുക്ക് എഴുതാം. മാസിൻ്റെ റൈസ് ടു പവർ നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ 1 ഈക്വൽ ടു a - c എന്ന് എഴുതാം. ലെങ്തിന് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പം 0 ഈക്വൽ ടു 2a പ്ലസ് b പ്ലസ് 3c എന്ന് കിട്ടും. ടൈമിൻ്റെ കേസിൽ 0 ഈക്വൽ ടു -a - b -2c എന്ന് കിട്ടും. ഇനി ശരിക്കും നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് ഈ ഓരോന്ന് സോൾവ് ചെയ്ത് എ ബി സിയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓരോ കേസിലും സോൾവ് ചെയ്ത് എ ബി സിയുടെ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് നിർത്തി കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് 1 ഈക്വൽ ടു a - c എന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കിയിട്ട് a - c നമ്മൾ എച്ച് സി ജി, ഇവിടെയും എച്ച് സി ജി സെയിം ഓർഡറിൽ തന്നെ നമ്മൾ എടുത്തേക്കുന്നത്. അവിടെ a - c കൊടുത്താൽ 1 കിട്ടുന്ന a - c ഈക്വൽ ടു 1 വരുന്ന ഓപ്ഷൻസ് ഏതുണ്ടെന്ന് നോക്കുന്നു. ഇപ്പോൾ ഇവിടെ 1/2 -1 എന്ന് പറയുന്നത് -1/2 വരുന്നത്, അത് ആൻസർ ആവുകയില്ല. 1 - -1 എന്ന് പറയുന്നത് 2 വരും, അത് ആൻസർ ആവുകയില്ല. -1/2 -1/2 എന്ന് പറയുന്നത് -1 വരും, അതും ആൻസർ ആവുകയില്ല. 1/2 -1 അത് ചെയ്ത് കഴിഞ്ഞാൽ 1 നമുക്ക് കിട്ടും. അതായത് a - c ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളൂ, ഓപ്ഷൻ 4. അത് നമുക്ക് വേണ്ട ആൻസറും ആവും. അപ്പോൾ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുവാണെങ്കിൽ ഇനി ഈ ഇക്വേഷൻസിനെ തമ്മിൽ ആഡ് ചെയ്യാം. ഇതിനെ ഞാൻ 1, ഇതിനെ 2, ഇതിനെ 3 എന്ന് വിളിക്കുന്നു. ഇക്വേഷൻ 2 + 3 ചെയ്താൽ ഇക്വേഷൻ 2 + 3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 ഈക്വൽ ടു ഇത് a വരും,
ബിയും ബിയും ക്യാൻസൽ ആവും, സിയും കഴിഞ്ഞിട്ട് എ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. 3c മൈനസ് 2c വന്നു കഴിയുമ്പോൾ സി വരും. ഇനി ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ, ഇതിനെ ഞാൻ 4 എന്ന് വിളിക്കുന്നു, ഇക്വേഷൻ 4 എന്ന് വിളിക്കുന്നു. ഇക്വേഷൻ 1 പ്ലസ് 4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 ഈക്വൽ ടു 2a എന്ന് കിട്ടും. അവിടുന്ന് a ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ c ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ഈ ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ c ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. എയുടെയും സിയുടെയും വാല്യൂസ് ഈ രണ്ട് ഇക്വേഷനിൽ ഏതിലേലും കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂവും കിട്ടും. എന്നിട്ട് എ ബി സിയുടെ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് എച്ചിനും സിയുടെയും ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് 4th ഓപ്ഷൻ എന്ന് കിട്ടും. പക്ഷെ അത്രയും ചെയ്യാൻ സമയം വേസ്റ്റ് ആക്കരുത്. നമുക്കിങ്ങനെ കണ്ടീഷൻസ് കിട്ടിക്കഴിയുമ്പം 1 ഈക്വൽ ടു a - c എന്നുള്ളത് കിട്ടിക്കഴിയുമ്പോഴേ നോക്കണം ഓപ്ഷൻസിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന്. അത് ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസറായി. ബാക്കിയുള്ള എല്ലാം ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എക്സാമിനിടയ്ക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫോർ 3 ലോ ഡെൻസിറ്റി ഗ്യാസസ് എ ബി സി പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ്സ് ആർ പ്ലോട്ടഡ് വൈൽ കീപ്പിംഗ് ദം അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 3 ഗ്യാസസ് തന്നിട്ടുണ്ട്. ലോ ഡെൻസിറ്റി ഗ്യാസസ് എ ബി സി തന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിൽ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കാണാം ഇവിടെ ഒരു പോയിന്റിൽ എല്ലാവരുടെയും പ്രഷർ 0 ആകുന്നുണ്ട്. ഇവരുടെ എല്ലാം പ്രഷർ കുറഞ്ഞ് വന്ന് ഒരു പോയിന്റ് 0 ആകുന്നുണ്ട്. അപ്പം നമുക്കറിയാം അതെന്ന് പറയുന്ന അബ്സോല്യൂട്ട് 0 ടെമ്പറേച്ചറാണ്. 0 കെൽവിൻ അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് കെ. നമുക്കറിയാം 0 കെൽവിൻ ആണ്, -273 ഡിഗ്രി സെൽഷ്യസ്. 19th ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ആവറേജ് ഇലക്ട്രിക് എനർജി ഡെൻസിറ്റി ആൻഡ് ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിൽ നമുക്കറിയാം പകുതി എനർജി മാഗ്നറ്റിക് എനർജി ആയിട്ടും പകുതി ഇലക്ട്രിക് എനർജി ആയിട്ടുള്ളത് ഈക്വൽ ആണ്. അപ്പോൾ ടോട്ടലിൻ്റെ നേരെ ഹാഫാണ് വരിക. അവരുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/2 കിട്ടും. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20ൽ ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് മെറ്റൽ ഈസ് F0. ഒരു മെറ്റലിൻ്റെ ത്രഷോൾഡ് ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വർക്ക് ഫംഗ്ഷൻ നമുക്ക് φ0 ഈക്വൽ ടു HF0 എന്ന് എഴുതാം. മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ HF0 എന്ന് എഴുതാം. വെൻ ദ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 2F0 ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദ മെറ്റൽ പ്ലേറ്റ്. 2F0 വന്ന് വീണ് കഴിഞ്ഞപ്പോൾ ദ മാക്സിമം വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് V1. മാക്സിമം വെലോസിറ്റി ഉള്ളത് V1 ആണ്. വെൻ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് ഇൻക്രീസ് ടു 5F0. വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി 5F0യിലേക്ക് കൂട്ടി. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ മാക്സിമം വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഈസ് V2. ദ റേഷ്യോ ഓഫ് V1 to V2 ഈസ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന വർക്ക് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് 2 ബീം ഓഫ് ലൈറ്റ് വീഴ്ത്തുവാണ്. ഒന്നാമത്തെ ബീം ഓഫ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2F0, 2 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസി ആണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ വരുന്നത് കൈനറ്റിക് എനർജി ഈക്വൽ ടു KE max ഈക്വൽ ടു hν - φ0 എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഈ കേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കൈനറ്റിക് എനർജി നമുക്ക് വെലോസിറ്റി ആണ് തന്നേക്കുന്നത്. അതുകൊണ്ട് മാക്സിമം കൈനറ്റിക് എനർജിക്ക് പകരം നമുക്ക് 12mv² കൊടുക്കാം. അപ്പോൾ 12 × mv1² ഈക്വൽ ടു h. ആദ്യത്തെ കേസിലെ ഫ്രീക്വൻസി നമുക്ക് തന്നേക്കുന്നത് 2F0 മൈനസ് φ0യുടെ വാല്യൂ HF0. ഇവിടെ നമുക്ക് 12mv1² ഈക്വൽ ടു HF0 എന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടും. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മാക്സിമം കൈനറ്റിക് എനർജി 12mv2² ഈക്വൽ ടു H5F0. അവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5F0 ആണ് നിൽക്കുന്നത്. h × 5F0 മൈനസ് HF0. അപ്പോൾ ഇത് 12mv2² ഈക്വൽ ടു 4HF0 എന്ന് കിട്ടും. രണ്ടാമത്തെ കേസിലെ കൈനറ്റിക് എനർജി നമുക്ക് വേണ്ടത് V1/V2 റേഷ്യോ ആണ്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ 1നെയും 2നെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1/2 gives ഹാഫ് എം വെട്ടിപ്പോവും. അപ്പോൾ ഹാഫ് എം നമ്മൾ എഴുതുന്നില്ല, പോയിട്ട് v1² ആയിരിക്കും വരിക. v1² ഈക്വൽ ടു HF0യും ക്യാൻസലായി പോവും, പോയിട്ട് 1/4 വരും. ഇനി ഞാൻ റൂട്ട് എടുക്കുന്നു. റൂട്ട് എടുത്ത് കഴിയുമ്പോൾ v1/v2 ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ v1/v2 ഈക്വൽ ടു 1/2 നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഡയറക്റ്റ് ആൻസർ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സാധാരണ ഡ്യുവൽ നേച്ചർ എന്ന് വരുന്ന പോലത്തെ തന്നെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. സെക്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. ഫോർ എ ട്രെയിൻ എൻജിൻ മൂവിംഗ് വിത്ത് സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്. ദ ഡ്രൈവർ മസ്റ്റ് അപ്ലൈ ബ്രേക്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 500 മീറ്റർ. 500 മീറ്റർ മുമ്പേ ബ്രേക്ക് പിടിച്ചാലേ നിൽക്കുള്ളൂ. ബിഫോർ ദ സ്റ്റേഷൻ ഫോർ ദ ട്രെയിൻ ടു കം ടു റെസ്റ്റ് അറ്റ് ദ സ്റ്റേഷൻ. ഇഫ് ദ ബ്രേക്സ് ആർ അപ്ലൈഡ് ഹാഫ് ഓഫ് ദിസ് ഡിസ്റ്റൻസ്. അതായത് ഈ 500 മീറ്റർ മുമ്പേ ബ്രേക്ക് ഔട്ടുന്നതിന് മുമ്പ് പകരം ഒരു 250 മീറ്റർ മുമ്പാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുമെങ്കിൽ ആ സമയത്ത് സ്റ്റേഷനിലെത്തുമ്പോൾ the train engine would cross the station with speed root of x meter per second. The value of x is train full ഇല്ല, ട്രെയിനിൻ്റെ എൻജിൻ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം പോയിന്റ് ബോഡി ആയിട്ട് എടുക്കാം. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് 2 കേസിൽ ഇക്വേഷൻസ് എഴുതുക. ഇനീഷ്യൽ ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോകുന്ന ട്രെയിൻ ആയിരുന്നു. അതിവിടെ സ്റ്റേഷൻ എത്തുമ്പോൾ നിൽക്കണം, അത് 0 ആകണം. ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 മീറ്റർ. ഇതാണ് ഒന്നാമത്തെ കേസിലുള്ള നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ v² - u² ഈക്വൽ ടു 2as എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി നമുക്ക് 0 ഉണ്ട്, -20² ഈക്വൽ ടു 2 × a × s എന്ന് പറയുന്ന 500. അപ്പം -400 ഈക്വൽ ടു 2a 500 എന്ന് ഒരു ഇക്വേഷൻ കിട്ടും. അവനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ഇനി രണ്ടാമത്തെ കേസിലെ ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. രണ്ടാമത്തെ കേസിൽ ഇവർ പറഞ്ഞേക്കുന്നത് ഇത് സ്റ്റേഷൻ കടന്നു പോകുമ്പം ഈ നേരത്തെ തന്നെ ബ്രേക്ക് പിടിക്കുന്നില്ല. രണ്ടാമത്തെ കേസിൽ ഒരു ഈ 500ൻ്റെ നേരെ ഹാഫ് ഡിസ്റ്റൻസ്, അതായത് 250 എന്നാണ് രണ്ടാമത്തെ കേസിൽ ബ്രേക്ക് പിടിക്കുക. അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് 20. ഇവിടെ എത്തുമ്പോഴത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് √x ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ കടന്നു പോകുന്ന ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് √x ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ v² - u² ഈക്വൽ ടു 2a, സെയിം ഇക്വേഷനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ √x² മൈനസ് u² എന്ന് പറയുന്നത് 20² വരും, ഈക്വൽ ടു 2 × a × 2as എന്ന് പറയുന്ന എസിൻ്റെ വാല്യൂ 250. 2 × a × 250. അപ്പോൾ ഇത് x - 400 ഈക്വൽ ടു 2 × a × 250 എന്ന് വരും. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. നമുക്ക് ആക്സിലറേഷൻ അറിയണ്ട, നമുക്ക് ആക്സിലറേഷൻ അറിയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്ത് കഴിയുമ്പോൾ -400 ഡിവൈഡഡ് ബൈ x - 400 ഈക്വൽ ടു 2a 500 ഡിവൈഡഡ് ബൈ 2a 250 എന്ന് വരും. 2ഉം 2ഉം പോവും, എയും എയും പോവും, 500 200 250 പോയിട്ട് നമുക്ക് 2 അവിടെ മിച്ചം വരും. അപ്പോൾ ഇവിടെ നമുക്ക് -400 ബൈ x - 400 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -400 ഈക്വൽ ടു 2x - 800 എന്ന് വരും. ഈ 800 ഇങ്ങോട്ടേക്ക് പോകുന്ന കഴിയുമ്പോൾ 400 ഈക്വൽ ടു 2x എന്ന് വരും, അല്ലെങ്കിൽ x ഈക്വൽ ടു 200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് ന്യൂമറിക്കൽ ടൈപ്പാണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് 200 ആയിരിക്കും കിട്ടുക.
ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കിയോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 22-ൽ എ ഫോഴ്സ് എഫ് ഈക്വൽ ടു 5 + 3y². നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട് എഫ് ഈക്വൽ ടു 5 + 3y² ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഇൻ ദ വൈ ഡയറക്ഷൻ. ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു പാർട്ടിക്കിൾ ഉണ്ട്, വൈ ഡയറക്ഷനിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. വേർ എഫ് ഈസ് ന്യൂട്ടൺ ആൻഡ് വൈ ഇൻ മീറ്റർ, എല്ലാം എസ് ഐ യൂണിറ്റ് തന്നെയാണ്. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡ്യൂറിങ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം വൈ ഈക്വൽ ടു 2 മീറ്റർ ടു വൈ ഈക്വൽ ടു 5 മീറ്റർ. അപ്പോൾ ഈ പാർട്ടിക്കിൾ 2 to 5 മൂവ് ചെയ്യുവാണ്. അവിടെ ഈ ഒരു ഫോഴ്സ് ചെയ്ത വർക്കാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ചെയ്താൽ മതി. വർക്ക് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി എസ് ചെയ്താൽ മതി. അപ്പോൾ ഈ കേസിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ടു 5 മീറ്റർ, 2 to 5. എഫിൻ്റെ ഇക്വേഷൻ 5 + 3y² dy. ഡി എസ് എന്ന് പറയുന്ന വൈ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതുകൊണ്ട് ഡി എസ് എന്ന് പറയുന്നത് dy ആവും. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 5y + 3y² ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 3y³ വരും, അല്ലെങ്കിൽ y³. ലിമിറ്റ്സ് 2ഉം 5ഉം. ഈ ലിമിറ്റുകൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന 5 × 5 - 2 പ്ലസ് 5³ - 2³ 5 × 5 - 2 എന്ന് പറയുന്നത് 5 × 3 വരും, 15, പ്ലസ് 5³ എന്ന് പറയുന്നത് 125 -8. അപ്പോൾ 15 - 8 എന്ന് പറയുന്നത് 7 വരും, 7 + 125 എന്ന് പറയുന്നത് 132. അപ്പം നമുക്കിവിടെ കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് 132 ജൂൾ ആയിരിക്കും വർക്ക് വരിക. 132 ആണ് നമുക്കിവിടെ ആൻസർ വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കിയോളൂ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക് ഓഫ് മാസ് m, ഡിസ്ക് ഓഫ് മാസ് m and radius r about any of its diameter is mr²/4. The moment of inertia of this disk about an axis normal to the disk and passing through a point on its edge will be x/2 mr². The value of x is. നമുക്കൊരു ഡിസ്ക് തന്നിട്ടുണ്ട്, ഡിസ്കിൻ്റെ മാസും റേഡിയസും ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡയമീറ്റർ എടുത്താലും, ഏത് ഡയമീറ്റർ എടുത്താലും അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr²/4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഡിസ്ക് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഈ ഒരു ആക്സിസ് ഞാൻ എടുത്തെങ്കിൽ ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഞാൻ IX എന്ന് എടുക്കുന്നു. ഇതാണ് എക്സ് ഡയറക്ഷൻ, അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ IX എന്ന് ഞാൻ എടുക്കുന്നു. എന്നിട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അടുത്ത ഡയറക്ഷൻ ഞാൻ എടുക്കുന്നു, ഇവിടെ IY. അപ്പോൾ IX-ഉം IY-യും നമുക്കിവിടെ തന്നേക്കുന്നതനുസരിച്ച് mr²/4 വരും. അപ്പോൾ ഈ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട്, ഈ എക്സിനും വൈക്കും പെർപെൻഡിക്കുലറായിട്ട് ഞാൻ മൂന്നാമത്തെ ഡയറക്ഷൻ എടുത്തു എന്ന് എഴുതുക. അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ IZ എന്ന് പറയുന്ന നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉണ്ട്. അപ്പോൾ IZ ഈക്വൽ ടു IX + IY വരും. IX-ൻ്റെയും IY-യുടെ ഒക്കെ വാല്യൂ mr²/4 ആണ്. mr²/4 പ്ലസ് mr²/4. അപ്പം ഇവിടെ ഈ IZ-ൻ്റെ വാല്യൂ നമുക്ക് വരാൻ പോകുന്നത് mr²/2 വരും. mr²/4 പ്ലസ് mr²/4 mr²/2 വരും. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ വാല്യൂ അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് നോർമൽ ടു ദ ഡിസ്ക് ആൻഡ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഓൺ ഇറ്റ്സ് എഡ്ജ്. ഇവിടുന്ന് ഈ ഒരു എഡ്ജിലേക്ക് മാറ്റി ഇതിലെ ഉള്ള ഒരു ആക്സിസിൽ കൂടെ, ഇതിൻ്റെ ജസ്റ്റ് എഡ്ജിൽ കൂടെ ഉള്ള ഒരു ആക്സിസിൽ കൂടെ ഉള്ള ഒരു ആക്സിസിൽ കൂടെ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു ഡിസ്റ്റൻസ് r വരും. അപ്പോൾ ഇവിടെ പാരലാക്സ് തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ആക്സിസിനെ ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഞാൻ തൽക്കാലം I എന്ന് തന്നെ വിളിക്കുന്നു.
ഇവിടെ നമുക്ക് I ഈക്വൽ ടു I Z പ്ലസ് M ഇൻറ്റു R സ്ക്വയർ എന്നാണ് നമുക്ക് പാരലാക്സിസ് തിയറം വരാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ MR സ്ക്വയർ ബൈ 2 പ്ലസ് MR സ്ക്വയർ എന്ന് വരും. ഇതിൻ്റെ വാല്യൂ 3/2 MR സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിൽ തന്നേക്കുന്നതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്വസ്റ്റിനിൽ തന്നേക്കുന്ന x/2 MR സ്ക്വയർ എന്ന് തന്നേക്കുന്ന ആ എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 3 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഓഫ് എക്സ് ഈസ് 3. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസ് having Z equal to 17 and equal number of protons and neutrons have 1.2 mega electron volt binding energy per nucleon. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസ് എ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ എ എന്ന് പറയുന്ന ന്യൂക്ലിയസിൽ ആറ്റോമിക് നമ്പർ 17 ആണ്. ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പം ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും നമ്പർ 17 വെച്ചാണുള്ളത്. അവിടുത്തെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് 1.2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണുള്ളത്. Another nucleus B of Z equal to 12, atomic number 12 ആണ്, has 26 nucleons. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് നമുക്ക് തന്നേക്കുന്നത് അല്ലെങ്കിൽ മാസ് നമ്പർ നമുക്ക് തന്നേക്കുന്നത് 26 എന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ആൻഡ് 1.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ദ ഡിഫറൻസ് ഇൻ ബൈൻഡിങ് എനർജി ഓഫ് ബി ആൻഡ് എ വിൽ ബി. ബിയുടെയും എയുടെയും ഡിഫറൻസ് ഇൻ ബൈൻഡിങ് എനർജി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ബൈൻഡിങ് എനർജി of B minus binding energy of A എത്രയാണെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടുപേരുടെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന EBN ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻറ്റു A1. ഒന്നാമത്തെ ആളുടെ നമുക്ക് വേണ്ട B ആൻഡ് A ആണ്. അപ്പോൾ ബിയുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇൻറ്റു അതിൻ്റെ മാസ് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ബൈൻഡിങ് എനർജി കിട്ടും. മൈനസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഓഫ് എ ഇൻറ്റു മാസ് നമ്പർ ഓഫ് എ. ഇപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ബൈൻഡിങ് എനർജി ബിയുടെ കേസിലെ ബൈൻഡിങ് എനർജി നമുക്ക് തന്നേക്കുന്നത് 1.8 ഇൻറ്റു മാസ് നമ്പർ നമുക്ക് തന്നേക്കുന്നത് 26 മൈനസ് ഇനി എയുടെ കേസിലെ ബൈൻഡിങ് എനർജി 1.2 എന്നിട്ട് ആറ്റോമിക് നമ്പർ 17 ആണ്. ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ എയുടെ വാല്യൂ മാസ് നമ്പർ 17 + 17 32 വരും. അപ്പോൾ 1.2 ഇൻറ്റു 34 17 + 17 34 വരും. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരാൻ പോകുന്നത് 6 ആയിരിക്കും. ഈ വാല്യൂസ് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന 6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നായിരിക്കും ആൻസർ വരിക. 6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 25 നോക്കിയോ. എ സ്ക്വയർ ഷേപ്ഡ് കോയിൽ ഓഫ് ഏരിയ 70 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 70 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഹാവിങ് 600 ടേൺസ്. റൊട്ടേറ്റ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.4 വെബർ പെർ മീറ്റർ സ്ക്വയർ about an axis which is parallel to one of the side of the coil and perpendicular to the direction of the field. If the coil completes 500 revolutions in a minute, the instantaneous EMF when the plane of the coil is inclined at 60 degree with the field will be pi equal to 22/7 എന്നെടുത്തോളാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നേക്കുന്ന ഡേറ്റ. അപ്പോൾ നമുക്കിവിടെ ഇ എം എഫിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. E ഈക്വൽ ടു NAB ഒമേഗ സൈൻ ഒമേഗ ടി. നമുക്കിവിടുത്തെ ഇ എം എഫിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട് NAB ഒമേഗ സൈൻ ഒമേഗ ടി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ക്വസ്റ്റിനിൽ തന്നേക്കുന്ന വാല്യൂസ് ഓരോന്നോരോന്ന് നോക്കാം. എന്നിൻ്റെ വാല്യൂ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് തന്നേക്കുന്നത്, നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ ഒമേഗ നമുക്ക് തന്നിട്ടില്ല, പകരം 500 റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് തന്നേക്കുന്നത്. അപ്പോൾ 500 റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒമേഗ ഈക്വൽ ടു 500 റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അതിനെ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു.
അപ്പോൾ 500/60 റെവല്യൂഷൻ പെർ സെക്കൻഡ് ആയി. ഇനി ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ് വരിക. അപ്പോൾ ഇതിനെ നമ്മൾ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും. ഇനി ഇത് പറഞ്ഞേക്കുന്ന ദ ഇൻസ്റ്റൻറ്റേനിയസ് EMF ഇൻ ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 60 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്ലെയിനും അതുപോലെ തന്നെ ഫീൽഡും 60 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പ്ലെയിനും ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ അല്ല ഈക്വേഷന് വേണ്ടത്. നമുക്കിവിടെ വേണ്ടതെന്ന് പറയുന്ന ആ ഏരിയ വെക്ടർ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണ്. അപ്പോൾ പ്ലെയിനും അതുപോലെ ഫീൽഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഏരിയ വെക്ടറും അതുപോലെ തന്നെ ഫീൽഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആ ടേണിൻ്റെ ഏരിയ വെക്ടറും ഫീൽഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 - 60 30 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പോൾ അത്രയും ഡേറ്റ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് 600. E = 600 ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് 70 ഇൻറ്റു 10⁻⁻4 മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 10⁻⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0.4. ഇനി ഒമേഗയുടെ വാല്യൂ നമുക്ക് 500/60 ഇൻറ്റു 2π. 2πക്ക് പകരം നമുക്ക് 2 × 22/7 എഴുതാം. സൈൻ 60 അല്ല സൈൻ 30 ആണ് വരിക. സൈൻ 30 കൊടുത്തു കഴിയുമ്പോൾ ഇൻറ്റു 1/2 വരും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 44 വോൾട്ട് ആയിരിക്കും കിട്ടുക. ഇതിൽ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒരല്പം ടഫാണ്. നമുക്ക് സൈൻ ഒമേഗ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. അതുപോലെ എന്നിൻ്റെ വാല്യൂ ഒമേഗയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരല്പം പ്രശ്നമുണ്ട്. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടില്ല. കാരണം നമുക്കിവിടെ ഈ വാല്യൂസ് തമ്മിൽ ക്യാൻസലായി പോകുന്ന വാല്യൂസ് ഉണ്ട്. 2ഉം 2ഉം തമ്മിൽ ക്യാൻസലായി പോവും. 6ഉം 0 പോവും. 6ഉം ഈ 6ഉം പോവും. പോയിട്ട് 100 വരും. ഈ 7ഉം ഈ 7ഉം തമ്മിൽ ക്യാൻസലാവും. അവസാനം സോൾവ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് 44 വോൾട്ട് എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാൻ പോകുന്നത് 44 വോൾട്ട് എന്നായിരിക്കും. വോൾട്ട് ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കിക്കോളൂ. എ ബ്ലോക്ക് ഈസ് fastened to a horizontal spring. The block is pulled to a distance h = 10 cm from its equilibrium position on a frictionless surface from rest. The energy of the block at h = 5 cm is 0.25 joule. The spring constant of the spring is. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൊറിസോണ്ടൽ സ്പ്രിങ്ങിലേക്ക് ഒരു ബ്ലോക്കിനെ ഒരു ഹൊറിസോണ്ടൽ സ്പ്രിങ്ങിലേക്ക് ചേർത്ത് കെട്ടി ടൈ ചെയ്ത് വെച്ചേക്കുന്നു. ഇനി ഈ ഒരു ബ്ലോക്കിനെ ഇവിടുന്ന് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് കുറച്ചങ്ങ് വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കേസിലുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇതിനെ പുള്ള് ചെയ്ത് ഒരു 10 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടുന്ന് 10 സെൻറ്റിമീറ്റർ ദൂരേക്ക് കൊണ്ടുവന്നു. ഫ്രിക്ഷൻലെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എനർജി ലോസ് ഒന്നുമില്ല. ഇനി ഇവിടുന്ന് അതിനെ കൈവിട്ടു. ആ ബ്ലോക്കിനെ അവിടുന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ബ്ലോക്കിൽ നിന്നിട്ട് കൈവിട്ട് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന ഈ ബ്ലോക്ക് ഇവിടുന്ന് ഈ ഒരു പോയിന്റ് എത്തി നിൽക്കുക. അതായത് ആദ്യത്തെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലെ എത്തി എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. 5 സെൻറ്റിമീറ്റർ അകലെ എത്തി. ആ കേസിൽ ഈ ബ്ലോക്കിൻ്റെ എനർജി ശ്രദ്ധിക്കുക, സ്പ്രിങ്ങിൻ്റെ അല്ല, എനർജി ഓഫ് ദ ബ്ലോക്ക് അറ്റ് h = 5 സെൻറ്റിമീറ്റർ ഈസ് 0.25 ജൂൾ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ബ്ലോക്കിനുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0.25 ജൂൾ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇനിയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ വലിച്ചു കൊണ്ടുവന്ന് വെക്കുന്നതോടം വരെ എക്സ്റ്റേണൽ ഫോഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് വിട്ട് കഴിയുമ്പം ഈ മാക്സിമം പോയിന്റിൽ ഇത് മൂവ് ചെയ്യുന്നില്ല. ഇവിടെ അതിന് മാക്സിമം ഫുൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇത് ഇവിടുന്ന് വിട്ട് കഴിയുമ്പം ഇവൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വരുമ്പോൾ ഇവൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൺവെർട്ട് ചെയ്ത് കൈനറ്റിക് എനർജി ആവും. ആ കൺവെർട്ട് ചെയ്ത് കൈനറ്റിക് എനർജി അയക്കുന്ന വാല്യൂ ആണ് നമുക്കിവിടെ 0.25 ജൂൾ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുവാണെങ്കിൽ
ഹാഫ് എം വി സ്ക്വയർ അല്ലെങ്കിൽ 0.25 ജൂൾ ഈക്വൽ ടു ഇവിടെ ഡിഫറൻസ് വന്ന കൈനറ്റിക് എനർജി അതെന്ന് പറയുന്ന ഹാഫ് കെ 0.1 സ്ക്വയർ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഹാഫ് കെ സ്ക്വയർ ആണ് പൊട്ടൻഷ്യൽ എനർജി വരിക. 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 0.1 സ്ക്വയർ മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു 0.05 സ്ക്വയർ. അപ്പോൾ ഇത് ഒറിജിനൽ ആ ഇനീഷ്യലി ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി, ഈ സ്പ്രിങ്ങിനുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി, ഇത് ഇവിടെ ഈ 5 സെൻറ്റിമീറ്ററിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ ഇവിടെ ഹാഫ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 0.5 ഈക്വൽ ടു കെ ഞാൻ കോമൺ എടുക്കുന്നു. 0.1 സ്ക്വയർ മൈനസ് 0.05 സ്ക്വയർ. അപ്പോൾ ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 0.5 ഈക്വൽ ടു കെ ഇൻറ്റു ഞാൻ ഇതിനകത്തെല്ലാം ഒരു 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം 0.1 മാറി 10 സ്ക്വയർ മൈനസ് ഇത് 5 സ്ക്വയർ ആവും ഇൻറ്റു 10⁻⁻4 വരും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ എല്ലായിടത്തിനകത്തു നിന്നും ഞാനൊരു 10⁻⁻4 ഈ 2 ടൈമിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇത് 0.1 എന്നുള്ളതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എഫക്റ്റ് വരും. 10 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് 0. ഈ 10⁻⁻4 ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ 10⁻+4 ആവും. 0.5 ഇൻറ്റു 10⁻4 എന്ന് പറയുമ്പോൾ 5,000 വരും. 5,000 ഈക്വൽ ടു കെ ഇൻറ്റു 10 സ്ക്വയർ എന്ന് പറയുന്ന നമുക്ക് 100 കിട്ടും. -25 75 വരും. അപ്പോൾ കെ ഈക്വൽ ടു 5,000/75 വരും. 5,000/75 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 66.66 അല്ലെങ്കിൽ 67, അപ്രോക്സിമേറ്റ്ലി 67. കെ ഈക്വൽ ടു 67 എന്ന് നമുക്കിവിടെ വാല്യൂ കിട്ടും. നമുക്കിവിടെ വേണ്ടത് 67 ന്യൂട്ടൺ പെർ മീറ്റർ. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് അപ്രോക്സിമേറ്റ്ലി 67 ന്യൂട്ടൺ പെർ മീറ്റർ വരും. Question number 27. In the given circuit, the value of I1 plus I3 by I2 is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുവാണെങ്കിൽ I1ഉം I2ഉം I3 ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് മോഡുലസ് ഓഫ് I1 പ്ലസ് I3 ബൈ I2 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് I1 കണ്ടുപിടിക്കാം. I1ൻ്റെ വാല്യൂ I1 ഇങ്ങോട്ടേക്കാണ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന റെസിസ്റ്റൻസ് ഇവിടെ കൊടുത്തേക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോയിന്റുകളെല്ലാം സെയിം പൊട്ടൻഷ്യലാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന പോയിന്റുകളെല്ലാം ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമ്മളിവിടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഈ 2 പോയിന്റുകൾക്കിടയിൽ കൊടുത്തേക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന 10 വോൾട്ടാണ്. അപ്പോൾ ആ 10 വോൾട്ടാണ് ഈ കാണുന്ന റെസിസ്റ്റൻസിൻ്റെ ഈ 10 ഓം റെസിസ്റ്റൻസിൻ്റെ എക്രോസ് കൊടുത്തേക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഈ കാണുന്ന 10 വോൾട്ട് ബൈ 10 ഓം എന്ന് പറയുന്ന I1 ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. I1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 ആംപിയർ എന്ന് നമുക്ക് കിട്ടും. ഒന്നുകൂടെ പറയാം, ഇവിടെ ഈ കാണുന്ന 10 ഓം റെസിസ്റ്റൻസിൻ്റെ എക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വരുന്ന നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഈ ഒരു 10 വോൾട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് നമുക്ക് വരാൻ പോകുന്നത് 10/10 V/R ചെയ്ത് കഴിയുമ്പോൾ 10/10 വരും, 1 ആംപിയർ എന്ന് കിട്ടും. അതേപോലെ തന്നെ I2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 ആംപിയർ എന്ന്. I2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 ആംപിയർ. ഇനി ഈ ഒരു ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ലൂപ്പ് വെച്ചും ചെയ്യാം. ഇനി ഈ ഒരു ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്താൽ ഇവിടെ +20 -10 പിന്നെ ഈ 10 ഓമിൽ കൂടെ കടന്നു പോകും നമുക്ക് I3യുടെ വാല്യൂ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യുവാണെങ്കിൽ +20 -10 ഇവിടെ നിന്ന് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. ഇവിടെ 10 ഓമിൽ കൂടെ കടന്നു പോകുന്നു. -I3 × 10 = 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 10 - 10 I3 എന്ന് കിട്ടും. അവിടുന്ന് I3 = 1 ആംപിയർ എന്ന് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഈ I3യുടെ വാല്യൂ 1 ആംപിയർ ആണ് വരിക.
അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്ത് കഴിയുമ്പം I1 + I3 എന്ന് പറയുമ്പോൾ 1 + 1 2 വരും, ബൈ I2 എന്ന് പറയുമ്പം അത് 1 വരും. അപ്പോൾ I1 + I2 / I3 I1 + I3 I1 + I3 / I2 എന്ന് പറയുന്നത് 1 + 1/1 = 2. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ 2 ആയിരിക്കും വരിക. കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കുവാണെങ്കിൽ, ആസ് ഷോൺ ഇൻ ഫിഗർ, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എ തിൻ പ്ലേറ്റ് ഓഫ് തിക്നെസ് T = 10 micrometer and refractive index nu = 1.2 meter. 1.2 mu = 1.2 is inserted in front of a slit S1. The experiment is conducted in air, mu = 1, and uses a monochromatic light of wavelength 500 nanometer. Due to the insertion of the plate, central maxima is shifted by a distance x beta 0. Beta 0 is fringe width before insertion of the plate. The value of x is. അപ്പോൾ നമുക്കിവിടെ ഈ ഷിഫ്റ്റിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നതനുസരിച്ച് x ഇൻറ്റു ബീറ്റ 0 ആണ് ഇവിടുത്തെ ഷിഫ്റ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ x ഇൻറ്റു ബീറ്റ 0 = T ഇൻറ്റു mu - 1 ബീറ്റ 0/λ. ഇതാണ് നമുക്ക് ഷിഫ്റ്റിനുള്ള ആ ഫ്രിഞ്ച് എന്തോരം ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ തന്നേക്കുന്ന x ഇൻറ്റു ബീറ്റ 0 നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ക്യാൻസലായി പൊക്കോളും. പോയിട്ട് x = T ഇൻറ്റു mu - 1/λ എന്ന് വരും. ടിയുടെ വാല്യൂ നമുക്ക് തന്നേക്കുന്നത് 10 മൈക്രോമീറ്റർ എന്ന് തന്നിരുന്നത് 10 ഇൻറ്റു 10⁻⁻⁻⁶. മ്യൂവിൻ്റെ വാല്യൂ 1.2 - 1 ഡിവൈഡ് ബൈ 500 നാനോമീറ്റർ. 500 ഇൻറ്റു 10⁻⁻⁹. ഇപ്പോൾ നമ്മളിവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 0യും 0യും പോവും. അപ്പോൾ 10⁻⁻⁹ മുകളിൽ പോയി കഴിയുമ്പോഴേക്കും 10⁻+9 ആവും. 600 1000/50 ഇൻറ്റു 1.2 - 1 എന്ന് പറയുന്നത് 0.2. അപ്പോൾ ഇത് 200/50 വരും, അല്ലെങ്കിൽ 4. ഇവിടെ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ പോകുന്നത് 4 ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷനിലേക്ക് വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29. A cubical volume is bounded by the surfaces x = 0, x = a, y = 0, a, z = 0, a. ഒരു ക്യൂബിക്കൽ വോളിയത്തെ x, y, z ഞാൻ സൈഡിൽ എടുക്കുന്നു. ഈ ക്യൂബിക്കൽ വോളിയത്തെ ഇവിടെ എ, ബി, എ, ഈ 3 സൈഡുകൾ കൊണ്ട് ഈ ഒരു ക്യൂബ് ഫോം ചെയ്തേക്കുവാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റീജിയൻ ഈസ് ഗിവൺ ബൈ E = E0xi. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് ഈ ഒരു ഡയറക്ഷനിലാണ്. E = E0xi വേർ E0 = 4 × 10⁻⁴ Newton per coulomb per meter. If A = 2 cm, ആണെങ്കിൽ ചാർജ് കണ്ടെയ്ൻഡ് ഇൻ ദ cubical volume is Q × 10⁻⁻14 coulomb. The value of Q is ε0യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡിനെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡിനെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് x ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഫേസിന് അതായത് എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഫേസിന് പെർപെൻഡിക്കുലറാണ് ഈ ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ ഇവിടുത്തെ ഈ ഒരു ഫേസിനും ഈ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലറാണ്. ബാക്കി എല്ലാ ഫേസുകളിൽ കൂടെയും ഈ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നില്ല. ഈ ഫീൽഡ് ലൈൻസുകൾ ഈ ബാക്കി ഫേസുകൾക്ക് പാരലാണ്. അപ്പോൾ ഇവിടെ
ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്ന ഈ എക്സ് ഫേസിൽ കൂടെ ആയിരിക്കും. ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമായിരിക്കും. ഈ കാണുന്ന രണ്ട് ഫേസിൽ കൂടെ, അതായത് എച്ച് ഈക്വൽ ടു 0യും എച്ച് ഈക്വൽ ടു എയും വരുന്ന കേസിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമായിരിക്കും ഇവിടെ ഫ്ലക്സ് ഉണ്ടാവുക. ഇനി നമുക്കറിയാം ഗോസ് തിയറം അനുസരിച്ച് ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് Q/ε0 ഈക്വൽ ടു E ഡോട്ട് എ ആയിരിക്കും. അവിടെ EA കോസ് തീറ്റ വരും. ബാക്കി എല്ലാ കേസിലും കോസ് തീറ്റ എന്ന് പറയുന്ന തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഇതിൻ്റെയൊക്കെ ഏരിയ വെക്ടർ ഈ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതെല്ലാം വാല്യൂ 0 ആകും. ഈ മാർക്ക് ചെയ്തേക്കുന്ന രണ്ട് ഫേസുകൾ മാത്രമായിരിക്കും മിച്ചം ഉണ്ടാവുക. ഇനി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ Q/ε0 ഈക്വൽ ടു, ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന E0 ഇൻറ്റു എക്സ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയാം എ ആണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എ ആവും. ഇപ്പോൾ E0 ഇൻറ്റു എ ഇൻറ്റു ഏരിയ എന്ന് പറയുന്ന A² വരും. E0 ഇൻറ്റു എ സ്ക്വയർ മൈനസ് ഇതാണ് ഔട്ട് ഗോയിങ് ഫ്ലക്സ്. ഇനി ഇതിനകത്തേക്ക് വരുന്നതിൻ്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ E0 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. എക്സിൻ്റെ വാല്യൂ ഈ ഫേസ് എത്തിക്കഴിയുമ്പോൾ 0 ആണ്. ഇൻറ്റു A² വരും. അപ്പോൾ ഇവിടെ നമുക്ക് Q/ε0 ഈക്വൽ ടു E0 ഇൻറ്റു A³ എന്ന് കിട്ടും. E0 ഇൻറ്റു A³ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് Q ഈക്വൽ ടു ε0 E0 A³ എന്ന് എഴുതാം. ഇനി നമുക്കിവിടെ E0യുടെ വാല്യൂ 4 ഇൻറ്റു 10⁻⁴ എന്ന് തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ 2 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ε0യുടെ വാല്യൂ 9 ഇൻറ്റു 10⁻⁻12 തന്നിട്ടുണ്ട്. 9 ഇൻറ്റു 10⁻12 ഇൻറ്റു E0യുടെ വാല്യൂ 4 ഇൻറ്റു 10⁻⁴, എയുടെ വാല്യൂ 2³ ഇൻറ്റു 10⁻⁻6 വരും. കാരണം എന്താ വെച്ചാൽ 2 സെൻറ്റിമീറ്റർ ആണ്, അതിനെ മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 288. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 288 ഇൻറ്റു 10⁻⁻14 എന്നാണ് കിട്ടാൻ പോകുന്നത്. അത്രയും കൂളംബ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ വരാൻ പോകുന്നത് നമുക്ക് പറഞ്ഞാൽ Q ഇൻറ്റു 10⁻⁻14 കൂളംബ് എന്നാണ് വരേണ്ടത്. ആ Qവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്നത് 288 വരും. ഇവിടുത്തെ നമ്മുടെ ആൻസർ 288 ആണ് വരിക. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ 288 കിട്ടിക്കോളും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The surface of water in a water tank of cross-section area 750 cm². 750 cm² on the top of a house is h meter above the top level. The speed of water coming out through the top of cross-sectional area 500 mm² is 30 cm/second. At that instant, dx/dt is x into 10⁻³ meter/second. The value of x is. ഇപ്പോൾ നമുക്ക് തന്നേക്കുന്നത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്കിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഹൈറ്റിൽ നിന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. ഇവിടുന്ന് വാട്ടറും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ടാപ്പിൽ നിന്ന് വാട്ടറും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് തന്നേക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഏരിയ 750 cm². ഹൈറ്റ് h ആണ് തന്നിട്ടുണ്ട്. ടാപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 500 mm². ഇവിടുത്തെ ഏരിയ 500 mm². 30 cm/second ആണ് ഇവിടുത്തെ സ്പീഡ്. ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് 30 cm/second. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നേക്കുന്ന ഡേറ്റ. നമുക്ക് ക്വസ്റ്റനിൽ തന്നേക്കുന്ന ആ ടാങ്കിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 750 cm² തന്നിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്ന വാട്ടറിൻ്റെ റേറ്റ് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 30 cm/second. 500 mm² ആണ് ആ ടാപ്പിൻ്റെ ആ ഓപ്പണിങ്ങിൻ്റെ ഏരിയയും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ
കൺസർവേഷൻ ഓഫ് മാസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡെൻസിറ്റി എല്ലായിടത്തും സെയിം ആണ്, അല്ലെങ്കിൽ ρ1 A1 V1 ഈക്വൽ ടു ρ2 A2 V2 എന്നുള്ള അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ρ1 ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടർ ആയതുകൊണ്ട് കോൺസ്റ്റന്റ് നിന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് A1 V1 ഈക്വൽ ടു A2 V2 എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കാവുന്നത്. A1 V1 ഈക്വൽ ടു A2 V2. അതായത് ഇതിൽ എന്തോരം വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ടോ അത്രയും വാട്ടറിൻ്റെ ഹൈറ്റ് ഇവിടുന്ന് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും വാട്ടറിൻ്റെ ഹൈറ്റ് ഇവിടുന്ന് കുറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്ന 500 mm². ഇവിടെ ഈ വാല്യൂസ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 500 mm² ആണ്. അപ്പോൾ 10⁻⁻⁶ വരും. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 30 cm/s. അപ്പോൾ 30 × 10⁻⁻² വരും, ഈക്വൽ ടു ഇവിടുത്തെ ഏരിയ 750 cm² ആണ്, ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു V2. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V2ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടുന്ന് V2 ഈക്വൽ ടു 500 ഇൻറ്റു 10⁻⁻⁶ ഇൻറ്റു 30 ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 750 ഇൻറ്റു 10⁻⁻⁴ എന്ന് വരും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ഇത് തമ്മിൽ ക്യാൻസലാവും, 0 യും 0 യും ക്യാൻസലാവും. 10⁻⁻⁴ മുകളിൽ പോയി കഴിയുമ്പോൾ 10⁻+4 ആവും. ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 500 ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻, ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10⁻⁻² ഇൻറ്റു 10⁻⁻² ഡിവൈഡഡ് ബൈ 75 എന്ന് വരും. അപ്പോൾ 500 ഇൻറ്റു 3 എന്ന് പറയുന്നത് 1500 വരും. 1500/75 എന്ന് പറയുമ്പോൾ 20 വരും. 20 ഇൻറ്റു 10⁻⁻⁴ 2 ഇൻറ്റു 10⁻⁻³ m/s എന്ന് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. അപ്പോൾ V2ൻ്റെ വാല്യൂ നമുക്ക് 2 ഇൻറ്റു 10⁻⁻³ m/s എന്ന് കിട്ടി. അതായത് ഇവിടെ ഹൈറ്റ് കുറയുന്ന റേറ്റ് നമുക്ക് 2 ഇൻറ്റു 10⁻⁻³ m/s എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഹൈറ്റാണ് H എന്ന് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ Hൻ്റെ വാല്യൂ ശരിക്കും നമുക്ക് വരാൻ പോകുന്നത് H ഈക്വൽ ടു ഹൈറ്റ് കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ -2 ഇൻറ്റു 10⁻⁻³ m/s എന്നായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് വാല്യൂ ആണ് കൊടുക്കേണ്ടതെങ്കിൽ, Hൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ കൊടുക്കേണ്ടതെങ്കിൽ 2 എന്ന് കൊടുക്കാം. നെഗറ്റീവ് കൂടെ കൊടുക്കാമെങ്കിൽ -2 എന്നും കൊടുക്കാം. കാരണം ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക, dh/dt നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടു, പല ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് തിയറി എന്ന് ചോദിച്ചിരുന്നു, പല ക്വസ്റ്റ്യൻസും തിയറി ഡയറക്റ്റ് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസിലും ഡയറക്റ്റ് വാല്യൂസ് നമുക്കറിയാവുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസേഴ്സ് കിട്ടുന്ന രീതിയിലുള്ള ഉണ്ടായിരുന്നു. ചില അപൂർവം ചില ക്വസ്റ്റ്യൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വന്നുള്ളൂ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസിനെ കാൽക്കുലേഷൻ കുറച്ചധികം ഉള്ളതായിട്ട് വന്നുള്ളൂ. അപ്പോൾ സാധാരണ മജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നു. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഇൻറ്റൻസീവ് അല്ലായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ കാൽക്കുലേഷൻ ഇൻറ്റൻസീവ് അല്ലായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് മാത്രമേ കാൽക്കുലേഷൻസ് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.